നേരിയ വർധനമെന്നാണ് മന്ത്രി പറയുന്നതെങ്കിലും സാധാരണക്കാർക്ക് ഈ ചാർജ് വർധന ബുദ്ധിമുട്ട് തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ TV നടത്തിയ വളരെ പെട്ടെന്നുള്ളൊരു അന്വേഷണത്തിൽ പൊതുജനങ്ങൾ പ്രതികരിച്ചതുകൂടി ഒന്ന് കാണാം. കറണ്ട് ചാർജ് കൂട്ടി, യൂണിറ്റിന് 16 കൂട്ടിയാ അതിന്? അതെ, కొంచెం സാധാരണക്കാരൻ്റെ നട്ടല്ലോടി കൂട്ടുന്നതിന് നിർബന്ധം ചെയ്യാന് എല്ലാം ശരിയാക്കുന്ന പറഞ്ഞേ, അപ്പൊ ശരിയാക്കി കൊണ്ടൊക്കെയാണ്. അപ്പം ഭരണം കഴിയുമ്പോഴത്തേനും ശരിയാക്കുമ്പോൾ ഫുള്ള് ശരിയാക്കിയിട്ട് ഞങ്ങളെ കൈമത്തരുള്ളൂ. ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും തന്നെയാണ് കഥ. ഇനിയിപ്പോൾ അടുത്ത ഭരണം വന്ന് ഇനിയിപ്പോൾ വേറെ UDF ഭരിക്കുകയാണെങ്കിൽ കറണ്ടിന് ചാർജ് കൂട്ടൂലേ? ഇപ്പൊ എത്രാമത്തെ തവണ അത് കൂട്ടുന്നത്? ഒരുപാട് തവണ ഇല്ലേ? കുറക്കണ പരിപാടിയില്ല. എന്തെങ്കിലും കുറച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ? ഇല്ലല്ലോ. അത് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കോ? പാവം ജനങ്ങളോട് എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല. ജനങ്ങൾ അനുഭവിക്കട്ടെ, വോട്ട് ചെയ്ത് കയറ്റിയതല്ല എല്ലാവരും. പിന്നെ എന്ത് ചെയ്യാൻ അനുഭവിക്കുന്നേ? എന്താ അഭിപ്രായം? കൂട്ടൽ തന്നെ ഇവർക്ക് വേണ്ടി വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ കറണ്ട് ചാർജ് കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് സാധാരണക്കാരെന്ത് ചെയ്യും? അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എന്തായാലും കൂട്ടാനല്ലേ പറ്റുള്ളൂ, കുറക്കാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ കുറയ്ക്കാം, വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയിട്ട്. ശ്രമിക്കുന്നില്ലല്ലോ, അവർക്ക് ആവശ്യമില്ലല്ലോ. അവരെ പൈസ ഇല്ലല്ലോ കൊടുക്കുന്നത്, പൊതുജനങ്ങളെ പൈസ അല്ലേ. അപ്പൊ എത്ര വേണമെങ്കിലും കൂട്ടിക്കോട്ടെ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇല്ലെങ്കിലേ ഒരുപാട് കൂടുതലാണ്. ഇപ്പം പിന്നെയും കൂടുമ്പോ പിന്നെയും കൂടും. അങ്ങനെ കൂടിയ പ്രയാസം തന്നെയല്ലേ? വീട്ടില് കറണ്ട് ബില്ല് കൂടിയാൽ പ്രയാസമായിരിക്കും. എല്ലാം കൂടി തന്നെയാണല്ലോ. കുറച്ച് കൂടും ബുദ്ധിമുട്ടുണ്ടാവും. കറണ്ട് ചാർജ് എങ്ങനെ കൂട്ടിയാലും ജീവിക്കണ്ടേ ആൾക്കാർക്ക്? കൊല്ലം ഇങ്ങനെ കൂട്ട് തന്നെയാണ് ചാർജ്. ബുദ്ധിമുട്ട് തന്നെയാണ്. കറണ്ട് ബില്ല് ഓരോ വർഷം കൂടുന്നത് നമുക്ക് കൂടി വരികയല്ലേ. നമ്മൾ സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ വരുന്നത്. താങ്ങാൻ പറ്റാത്തതാണല്ലോ. അപ്പം അത് കുറയ്ക്കുമെന്ന് വിശ്വസിക്കാം. സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന് നോക്കാം. നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനം മാറ്റുമെന്ന് വിചാരിക്കാം. പ്രതീക്ഷ ആണല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ.